ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ളത് ഈ പറയുന്ന കേരള മന്ത്രിസഭയിലല്ല, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള മുന്നണി BJP മുന്നണി, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള മുന്നണി BJP മുന്നണി. 3 സംസ്ഥാന മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളായിട്ടുള്ളത് BJP മുന്നണിയിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാര് 3, MLA-മാര് 234, 84 മന്ത്രിമാർ ക്രിസ്ത്യാനികൾ. ഇന്ത്യയിലുള്ളത് BJP മുന്നണിയിലാണ്. ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്കൊന്നും ബോധമില്ലേ? അവർക്ക് യാതൊരു ബുദ്ധിയില്ലേ? അവർക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലേ? കേരളത്തിൽ മാത്രം എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ഇന്ന് സജീവമായ ചർച്ചാ വിഷയമാണ്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ഈ ചോദ്യം ഇന്ന് ഇവിടെ സജീവമായ ചർച്ചാ വിഷയം തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തില് വളരെ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഭയപ്പെടുത്തുകയായിരുന്നു, BJP വന്നാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് മുസ്ലിം സമൂഹത്തെയും ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഗുജറാത്തില്, ബീഹാറില്, മധ്യപ്രദേശില്, UP-യില് 65-74% വരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP-യുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ ജയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സംഭവിക്കുന്നു. ക്രിസ്ത്യാനിക്കും പ്രശ്നമില്ല, മുസ്ലിമിനും പ്രശ്നമില്ല. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നം ഇടതു വലത് മുന്നണികൾ ഊതി വീർപ്പിച്ചുണ്ടാക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വിരോധത്തെ കത്തിച്ചു നിർത്തിയിട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ ലാഭമാണ്. ആ രാഷ്ട്രീയ ലാഭം അവസാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് യഥാർത്ഥ മതേതരത്വം എന്താണ്, യഥാർത്ഥ ജനാധിപത്യം എന്താണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോവാ.